അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ മസായിലുൽ ഫിഖ്ഹിലെ 11ാമത്തെ പാഠം അദ്ദറസുൽ ഹാദി അശറ മൻ ഗശ്ശ ഫലൈസ മിന്ന. ഉപ്പ, നമുക്ക് കച്ചവടം തുടങ്ങിയാലോ? അബ്ദുറഹ്മാൻ ചോദിച്ചു. ഉപ്പ: നല്ലത്. എന്ത് കച്ചവടമാണ് തുടങ്ങുക? അബ്ദുറഹ്മാൻ: പലചരക്ക് കച്ചവടം. ഉപ്പ: ഏതൊരു കാര്യത്തിൽ പ്രവേശിക്കുമ്പോഴും അത് സംബന്ധമായ വിധിവിലക്കുകൾ അറിയൽ നിർബന്ധമാണ്. കച്ചവടവും ചെയ്യുന്നവർ അറിയേണ്ട കർമ്മശാസ്ത്ര വിധികൾ പഠിക്കണം. മുദരിസിനെ കണ്ട് അവ ചോദിച്ചു മനസ്സിലാക്കണം. സുബഹ് നിസ്കാരത്തിനു ശേഷം അബ്ദുറഹ്മാൻ ഉസ്താദിനെ സമീപിച്ചു. അബ്ദുറഹ്മാൻ: അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഉസ്താദ്: വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അബ്ദുറഹ്മാനോ: എന്തുണ്ട് വിശേഷം? അബ്ദുറഹ്മാൻ: സുഖം. ഞാൻ പലചരക്ക് കച്ചവടം തുടങ്ങുകയാണ്. അതിൻ്റെ മതനിയമങ്ങൾ ഉസ്താദ് പറഞ്ഞു തരണം. ഉസ്താദ്: നല്ലത്. അതൊരു നിർബന്ധ കടമയാണ്. കച്ചവടത്തിന് 6 റുക്നുകളുണ്ട്. വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്ന സാധനം, വില, ഈജാബ്, ഖബൂല് എന്നിവയാണവ. വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫായിരിക്കണം. മുസാഫ് വാങ്ങുന്നവൻ മുസ്ലിമായിരിക്കണം. ഇവ ഷർത്താണ്. വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. ഇതനുസരിച്ച് പുഴയിലുള്ള മീൻ, നജസായ എണ്ണ, വിനോദോപകരണങ്ങൾ, അന്തരീക്ഷത്തിലെ പറവ എന്നിവ വിൽക്കാനോ വാങ്ങാനോ പാടില്ല. അബ്ദുറഹ്മാൻ: അപ്പോൾ കുട്ടികൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ലേ? ഉസ്താദ്: മിഠായി, പച്ചക്കറി, മത്സ്യം പോലെയുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് വിൽക്കാം. എന്നാൽ സ്വർണം, ഭൂമി പോലെയുള്ള വില പിടിപ്പുള്ള വസ്തുക്കൾ വിൽക്കുന്നവനും വാങ്ങുന്നവനും പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ളവനായിരിക്കണം. അബ്ദുറഹ്മാൻ: എന്താണ് ഈജാബും ഖബൂലും? ഉസ്താദ്: വിൽക്കുന്നവൻ ഞാൻ ഈ വസ്തു ഇത്ര വിലക്ക് നിനക്ക് വിറ്റു എന്ന് പറയുന്നതിന് ഈജാബ് എന്നും, വാങ്ങുന്നവൻ ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്നത് ഖബൂൽ എന്നും പറയും. അബ്ദുറഹ്മാൻ: കടയിൽ നല്ല തിരക്കുണ്ടാകുമ്പോൾ ഓരോ ഇടപാടിലും ഈജാബും ഖബൂലും സാധിക്കുമോ? അതിൽ വല്ല ഇളവുമുണ്ടോ? ഉസ്താദ്: പലചരക്ക് കടയിൽ നിന്നും മറ്റും വാങ്ങുന്ന ചില്ലറ സാധനങ്ങൾക്ക് കൈമാറ്റം മതിയാകും. എന്നാൽ മൊത്ത വിൽപ്പന, ഭൂമി, സ്വർണം, ബിൽഡിംഗ് പോലെയുള്ളവയുടെ കൊടുക്കൽ വാങ്ങൽ എന്നിവയിൽ ഈജാബും ഖബൂലും നിർബന്ധമാണ്. കച്ചവടത്തിന് പണം എങ്ങനെ സംഘടിപ്പിച്ചു? അബ്ദുറഹ്മാൻ: 10 ലക്ഷം രൂപ കടം വാങ്ങി. ഉസ്താദ്: ഈ വിഷയത്തിലും മതവിധിയുണ്ട്. ഒന്നാമതായി, ഇടപാട് നടത്തിയത് എഴുതി 2 പേരും ഒപ്പുവെക്കണം. 2 സാക്ഷികളും ഉണ്ടായിരിക്കണം. കടം വാങ്ങിയ സംഖ്യ നിശ്ചിത തീയതിക്ക് തിരിച്ചു നൽകണം. കടത്തിന് നിശ്ചിത വിഹിതം നൽകാമെന്ന വ്യവസ്ഥ ചെയ്ത് കടം വാങ്ങിയാൽ പലിശയാകും. എന്നാൽ കടം തിരിച്ചു നൽകുമ്പോൾ എന്തെങ്കിലും അധികം നൽകൽ സുന്നത്താണ്. നീ പറഞ്ഞ 10 ലക്ഷം കൊണ്ട് ഇപ്പോൾ ഒരു കച്ചവടം തുടങ്ങാൻ സാധിക്കുമോ? അബ്ദുറഹ്മാൻ: കച്ചവടത്തിൽ ഒരു പാർട്ട്ണറുണ്ട്. അദ്ദേഹം 10 ലക്ഷം മുടക്കും. ഉസ്താദ്: ഷെയർ ബിസിനസ് അനുവദനീയമാണ്. പാർട്ട്ണർമാരുടെ പണം ഒന്നായിട്ടാണ് പരിഗണിക്കുക. നഷ്ടം, ലാഭം എന്നിവയിലെല്ലാം 2 പേരും മുതൽ മുടക്കനുസരിച്ച് പങ്കാളികളാണ്. മൊത്തം പണം ഒന്നായി പരിഗണിച്ചാണ് സക്കാത്തും നൽകേണ്ടത്. 20 ലക്ഷവും ഒരു നല്ല കച്ചവടത്തിന് മതിയാകില്ലല്ലോ. ഡെക്കറേഷനു തന്നെ 10 ലക്ഷം വേണ്ടി വന്നേക്കും. ഉസ്താദ് ഓർമ്മിപ്പിച്ചു. അബ്ദുറഹ്മാൻ: ഞങ്ങളുടെ മൊത്തം മുടക്ക് 40 ലക്ഷമാണ്. 20 ലക്ഷം സ്വർണ്ണ പണയത്തിന് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഉസ്താദ്: അത് വേണ്ട. പലിശ വൻ കുറ്റങ്ങളിൽപ്പെട്ടതാണ്. പലിശ വാങ്ങുന്നവരെയും കൊടുക്കുന്നവരെയും അതിന് സഹായിക്കുന്നവരെയും അതിൻ്റെ എഴുത്തുകാരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ശപിച്ചിട്ടുണ്ട്. ബാങ്കിൽ നിന്നോ വ്യക്തികളിൽ നിന്നോ പലിശക്ക് കടം വാങ്ങരുത്. കച്ചവടത്തിൻ്റെ ബറക്കത്ത് ഇല്ലാതാകും. സ്വർണം വിൽക്കുകയാണ് നല്ലത്. കച്ചവടം തുടങ്ങുന്നത് ഏത് ബിൽഡിങ്ങിലാണ്? അബ്ദുറഹ്മാൻ: തെക്കേ കോർണറിലുള്ള 2 നില കെട്ടിടം വാടകയ്ക്കെടുത്തിട്ടുണ്ട്. ഉസ്താദ്: വാടകയ്ക്കെടുക്കുന്നതിന് ചില നിബന്ധനകളുണ്ട്.
ബിൽഡിംഗ്, വാഹനം, കൃഷി, ഭൂമി തുടങ്ങിയവയെല്ലാം വാടകയ്ക്കെടുക്കാം. ഇടപാട് നടത്തുന്നവർ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവരായി ആവുക, വാടക നിർണിതമാവുക, ഉപയോഗം ഹലാലായിരിക്കുക, ഈജാബും കബൂലും ഉണ്ടായിരിക്കുക എന്നിവ നിബന്ധനയാണ്. നീ പറഞ്ഞ ബിൽഡിംഗ് മസ്ജിദിൻ്റേതാണ്. അഹമ്മദ് കുട്ടി ഹാജി വഖഫ് ചെയ്തതാണ്. അബ്ദുറഹ്മാൻ: അതിൽ കച്ചവടം പാടില്ലേ ഉസ്താദ്? വാടകയ്ക്ക് കൊടുക്കാനല്ലേ അത് നിർമ്മിച്ചത്? നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. വഖഫ് ചെയ്യുന്നതിലൂടെ അതിൻ്റെ ഉടമസ്ഥാവകാശം വാഖിഫിന് നഷ്ടപ്പെടും. വഖഫ് സ്വത്ത് വിൽക്കാനോ വാങ്ങാനോ പാടില്ല. വഖഫ് ഏറ്റവും പുണ്യമായ കാര്യമാണ്. സ്വതഖത്തുൻ ജാരിയ എന്നാണ് ഹദീസിൽ അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സമയം വൈകി, ദർസിന് കുട്ടികൾ ഇപ്പോൾ വരും, നമുക്ക് പിരിയാം. അബ്ദുറഹ്മാൻ: ഉസ്താദെ, എനിക്ക് ഒരു നേർച്ചയുണ്ട്. കച്ചവടം വിജയിക്കാൻ ഞാൻ ദർസിലേക്ക് 1000 രൂപ നേർച്ചയാക്കിയിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ തരേണ്ടതുണ്ടോ ഉസ്താദ്? സുന്നത്തോ ഫർള് കിഫായയോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച. ഉദാഹരണമായി 1000 രൂപ സംഭാവന ചെയ്യൽ സുന്നത്താണ്. ഞാൻ അത് നേർച്ചയാക്കി എന്ന് പറയുന്നതിലൂടെ അത് നിർബന്ധമായി. അത് കഴിയുന്നത്ര വേഗം കൊടുത്തു വീട്ടണം. അബ്ദുറഹ്മാൻ: 1000 രൂപ ഉസ്താദിനെ ഏൽപ്പിച്ചു. അല്ലാഹു തആല നിങ്ങളുടെ നേർച്ച സ്വീകരിക്കട്ടെ. അതുകാരണമായി കച്ചവടത്തിൽ ഐശ്വര്യവും ബറക്കത്തും അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. ഉസ്താദ് ദുആ ചെയ്തു. അബ്ദുറഹ്മാൻ ആമീൻ പറഞ്ഞു. അവർ സലാം ചൊല്ലി പിരിഞ്ഞു. ഉസ്താദ് ദർസിലേക്ക് പ്രവേശിച്ചു. അത്താജിറുൽ സദൂഖു അൽ അമീനു മഅൻ നബിയ്യീൻ: സത്യസന്ധനും വിശ്വസ്തനുമായ കച്ചവടക്കാരൻ നബിമാരോടൊപ്പമാണ്. ഇനി അതിൻ്റെ വർക്ക് ബുക്ക് നമുക്ക് നോക്കാം. അദ്ദർസുൽ ഹാദി അശ്റ മൻ ഖശ ഫലൈസ മിന്ന: ചതിയൻ നമ്മിൽപ്പെട്ടവനല്ല. നുജീബ്: ഉത്തരം എഴുതുക. 1. കച്ചവടത്തിൻ്റെ റുക്കുനുകൾ ഏതെല്ലാം? വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്ന സാധനം, വില, ഈജാബ്, കബൂൽ. 2. വിൽക്കുന്ന വസ്തു എങ്ങനെയുള്ളതായിരിക്കണം? ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. 3. ഈജാബിന് ഒരു ഉദാഹരണം എഴുതുക. ഞാൻ ഈ വാഹനം 1,00,000 രൂപക്ക് നിനക്ക് വിറ്റു. കബൂലിന് ഒരു ഉദാഹരണം എഴുതുക. ഞാൻ ഈ വാഹനം 1,00,000 രൂപക്ക് സ്വീകരിച്ചു. 5. വഖഫ് എന്നാലെന്ത്? നിലനിൽക്കുന്ന വസ്തു ഹലാലായ മാർഗത്തിൽ ഉപകാരം ലഭിക്കാൻ വേണ്ടി മാറ്റിവെക്കലാണ് വഖഫ്. നേർച്ച എന്നാലെന്ത്? സുന്നത്തോ ഫർളു കിഫായോ ആയ ഏതെങ്കിലും ഒരു കാര്യം സ്വയം ബാധ്യതയായി ഏറ്റെടുക്കലാണ് നേർച്ച. 7. പലിശയുടെ വിധി എന്ത്? ഹറാം. 8. നേർച്ച വീട്ടുന്നതിൻ്റെ വിധി എന്ത്? നിർബന്ധമാണ്. ഇനി 2. നക്തുബുൽ മാന: അർത്ഥം എഴുതുക. അഹല്ലല്ലാഹുൽ ബൈഅ വഹറമ റിബ: അള്ളാഹു കച്ചവടം അനുവദനീയമാക്കി, പലിശ ഹറാമാക്കി. ലാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആക്കില റിബ വ മുക്കിലഹു വ കാത്തിബഹു: പലിശ തിന്നുന്നവനെയും തീറ്റിക്കുന്നവനെയും എഴുതുന്നവനെയും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിരിക്കുന്നു. 3. നക്തശ്ബുൽ ഹുക്കുമ്: വിധി എഴുതുക. 1. മുസ്ലിമിന് മുസ്ഹഫ് വിൽക്കൽ ഹറാം. 2. പണയം വെക്കൽ സുന്നത്ത്. 3. ഈജാബും കബൂലുമില്ലാതെ മത്സ്യത്തിൻ്റെ ചില്ലറ വിൽപ്പന അനുവദനീയമാണ്. 4. ഈജാബ് മാത്രമുള്ള ഭൂമി കച്ചവടം സ്വഹിയാവുകയില്ല. 5. നായയെ വിൽക്കൽ ഹറാം. പുഴയിലെ മീൻ വിൽക്കൽ അനുവദനീയമല്ല. 7. കടം തിരിച്ചു കൊടുക്കുമ്പോൾ വല്ലതും അധികം നൽകൽ സുന്നത്ത്. 8. വഖഫ് സ്വത്ത് വിൽക്കൽ അനുവദനീയമല്ല. 9. ഭ്രാന്തുള്ള വ്യക്തിക്ക് വിൽപ്പന നടത്തൽ സ്വഹിയാവുകയില്ല. ഇനി 4-ാമത്തെ വർക്ക് നുഅയ്ദു മഖാല: ഒരു പ്രസംഗം തയ്യാറാക്കുക. പ്രബന്ധം: കച്ചവടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന വിഷയത്തിൽ ഒരു പ്രബന്ധം എഴുതുക. അതിൻ്റെ പാഠത്തിൽ നമുക്ക് അതിൽ നിന്ന് കണ്ടെത്താം. കച്ചവടത്തിന് 6 റുക്കനുകളുണ്ട്. വിൽക്കുന്നവൻ, വാങ്ങുന്നവൻ, വിൽക്കുന്ന സാധനം, വില, ഈജാബ്, കബൂൽ എന്നിവയാണവ. വിൽക്കുന്നവനും വാങ്ങുന്നവനും മുക്കല്ലഫായിരിക്കണം. മുസ്ഹഫ് വാങ്ങുന്നവൻ മുസ്ലിം ആയിരിക്കണം. ഇവ ഷർത്താണ്. വിൽക്കുന്ന വസ്തുവും വിലയും ഉടമസ്ഥതയിലുള്ളതും നജസല്ലാത്തതും ഉപകാരമുള്ളതും ഏൽപ്പിച്ചു കൊടുക്കാൻ കഴിയുന്നതുമായിരിക്കണം. ഇതനുസരിച്ച് പുഴയിലുള്ള മീൻ, നജസായ എണ്ണ, വിനോദോപകരണങ്ങൾ, അന്തരീക്ഷത്തിലെ പറവകൾ എന്നിവ വിൽക്കാനോ വാങ്ങാനോ പാടില്ല. അപ്പോൾ കുട്ടികൾക്ക് സാധനങ്ങൾ വിൽക്കാൻ പാടില്ലേ?
മിഠായി, പച്ചക്കറി, മത്സ്യം പോലെയുള്ള ചെറിയ വസ്തുക്കൾ കുട്ടികൾക്ക് വിൽക്കാം. എന്നാൽ സ്വർണം, ഭൂമി പോലെയുള്ള വിലപിടിപ്പുള്ള വസ്തുക്കൾ വിൽക്കുന്നതും വാങ്ങുന്നതും പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളവനായിരിക്കണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.